പലരിലും ഈ ഫൈറ്റിക് ആസിഡിന്റെ അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും. ഉയർന്ന അളവിൽ ഫൈറ്റിക് ആസിഡ്, അതായത് മാമ്പഴം നമ്മൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിനകത്ത് ഇറിറ്റേഷൻ, ഗ്യാസ് ശല്യം, ദഹനക്കേട്, വയർ ഉരുണ്ട് മറിയുന്ന പോലുള്ള ബുദ്ധിമുട്ടുകൾ, അമിതമായിട്ട് ഫൈറ്റിക് ആസിഡ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അലർജിക് റിയാക്ഷൻ കൊണ്ട് ഒരു പനി പോലുള്ള ടെൻഡൻസി, ശരീരത്തിന് ചൂടെല്ലാം അനുഭവപ്പെടും. പലരും മാങ്ങാപ്പനി എന്നൊക്കെ വിളിക്കുന്നത് ഇതിനാണ്. അതേപോലെ ഫൈറ്റിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ മാമ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വായിക്കാത്ത പൊട്ടല്, വായിക്കാത്ത നീറ്റലെല്ലാം ചിലവർക്ക് ഉണ്ടായിരുന്നു വരാം. ഫൈറ്റിക് ആസിഡ് കൂടുതലുണ്ടെന്ന് കരുതി മാമ്പഴം നിങ്ങൾ കഴിക്കാതിരിക്കേണ്ട. അത് സിമ്പിളായിട്ടും എഫക്റ്റീവായിട്ടും കഴിക്കാൻ നല്ലത് മാമ്പഴം കഴിക്കുന്നതിന് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ മുമ്പ് തൊട്ട് ഇത് ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് മാമ്പഴം അതിനകത്ത് ഇട്ട് വെക്കുക. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈറ്റിക് ആസിഡ് മുഴുവൻ വെള്ളത്തിൽ അലിഞ്ഞു പോവുകയും താരതമ്യേന സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഈ മാമ്പഴം കഴിക്കാൻ പറ്റുകയും ചെയ്യും. ഇങ്ങനെ രുചികരവും ഗുണകരമായിട്ടുള്ള മാമ്പഴം അലർജിക് റിയാക്ഷൻ ഇല്ലാതെ, വയറുവേദന ഇല്ലാതെ സേഫ് ആയിട്ട് കഴിക്കാം. ഇത് മാമ്പഴം ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇപ്പോഴത്തെ 90% ആൾക്കാർക്ക് മാമ്പഴത്തിന്റെ പുറകിലുള്ള ഈ ഒരു അപകടത്തിനെ കുറിച്ച് അറിവില്ല.